ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബാക്ക് സ്റ്റിച്ചിൻ്റെ വേറൊരു വേരിയേഷനായ ത്രെഡഡ് ബാക്ക് സ്റ്റിച്ചാണ്. ത്രെഡഡ് ബാക്ക് സ്റ്റിച്ച് എന്നത് ഒരു ബാക്ക് സ്റ്റിച്ചിൻ്റെ ലൈനിലൂടെ നൂല് വീവ് ചെയ്തെടുത്ത് ഡെക്കറേറ്റീവായി മനോഹരമാക്കുന്ന ഒരു വേരിയേഷനാണ്. ഇത് വിപ്പഡ് സ്റ്റിച്ച് പോലെ റാപ്പ് ചെയ്തെടുക്കുന്നതല്ല, വീവ് ചെയ്തെടുക്കുന്നതാണ്. അതാണ് പ്രധാന ഡിഫറൻസ്. ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ച ബാക്ക് സ്റ്റിച്ചിലൂടെ വേറൊരു നൂല് മേലെയും താഴെയും കടത്തിവിട്ട് വീവ് ചെയ്തെടുക്കുന്ന സ്റ്റിച്ചാണ്. ആദ്യം ഒരു ബാക്ക് സ്റ്റിച്ച് ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. വേറൊരു നൂലെടുത്ത് ആദ്യ സ്റ്റിച്ചിൻ്റെ അടിയിൽ നിന്ന് സൂചി പുറത്തേക്ക് കൊണ്ടുവരിക. സൂചി തുണിയിൽ കുത്താതെ ആദ്യ സ്റ്റിച്ചിൻ്റെ കീഴിലൂടെ കടത്തി അടുത്ത സ്റ്റിച്ചിൻ്റെ മേൽ വഴി കടത്തിയെടുക്കുക. അങ്ങനെ അണ്ടർ ഓവർ പാറ്റേൺ ഫോളോ ചെയ്യുക. മുഴുവൻ ലൈനിലും ഇതുപോലെ വീവ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ചെയിൻ പോലെ കിട്ടും. ഇവിടെ വീവ് ചെയ്തെടുക്കുന്ന കളറ് സെയിം കളറാണ് എടുക്കുന്നതെങ്കിൽ ഒരു സബ്റ്റിൽ ഡിസൈൻ കിട്ടും. ഇനി നമ്മൾ കോൺട്രാസ്റ്റ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡിസൈന് നമുക്ക് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു കോട്ടൺ ത്രെഡാണല്ലോ എടുത്തത്. ഇനി കോട്ടൺ ത്രെഡ് അല്ലാതെ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് കൂടുതൽ ഷൈനി ആയിട്ട് നമുക്ക് ആ ഡിസൈൻ കിട്ടുന്നതാണ്. ഈ ഡിസൈൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബോർഡേഴ്സിന് വേണ്ടിയിട്ടും ഔട്ട്ലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഫ്ലോറൽ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇനി ലൈൻസൊക്കെ ബാക്ക് സ്റ്റിച്ച് കൊണ്ടുള്ള ലൈനൊക്കെ ഡെക്കറേറ്റീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ടെക്സ്റ്റൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ ത്രെഡഡ് ബാക്ക് സ്റ്റിച്ച് ഡിസൈൻ ഉപയോഗിക്കുന്നു. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നീഡിൽ തുണിയിൽ കുത്താനേ പാടില്ല. പാറ്റേൺ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. അതായത് ഈ വീവ് ചെയ്യുന്നത്, അതായത് മേലെ വീവ് ചെയ്തെടുക്കുന്ന സമയത്ത് ത്രെഡ് വലിക്കുകയും പിന്നെ അടിയിൽ നിന്ന് വീവ് ചെയ്യുമ്പോൾ ലൂസാക്കി കൊടുക്കുകയും ചെയ്യരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീവ് ചെയ്തെടുക്കുക. ഇവിടെ ത്രെഡ് ലൂസായിട്ട് തന്നെ വെക്കണം, ഒരുപോലെ തന്നെ ആയിരിക്കണം. സിമ്പിളായി പറഞ്ഞാൽ വിപ്പഡ് ബാക്ക് സ്റ്റിച്ച് റാപ്പ് ചെയ്തെടുക്കുന്നു, ത്രെഡഡ് ബാക്ക് സ്റ്റിച്ച് വീവ് ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ് വേരിയേഷനാണ് ഡബിൾ ത്രെഡഡ് ബാക്ക് സ്റ്റിച്ച്. അതായത് ഇൻ്റർലൈസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ത്രെഡഡ് ബാക്ക് സ്റ്റിച്ച്. ഡബിൾ ത്രെഡ് ബാക്ക് സ്റ്റിച്ച് എന്നത് ബാക്ക് സ്റ്റിച്ച് പ്ലസ് ഡബിൾ ത്രെഡിങ്, അതായത് വീവിങ് രണ്ട് തവണ വീവ് ചെയ്തെടുക്കുന്ന റിച്ച് ആയിട്ടുള്ള ഡെക്കറേറ്റീവ് സ്റ്റിച്ചാണ്. ഇത് സിമ്പിൾ ത്രെഡ് സ്റ്റിച്ചിനേക്കാൾ കൂടുതൽ തിക്ക് ലെയർ ആയിട്ടുള്ള ഒരു ലുക്ക് നൽകുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യം ഒരു ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിന് മുകളിലൂടെ 2 തവണ ത്രെഡ് വീവ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ബ്രൈഡഡ് എഫക്റ്റ് കിട്ടും. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നീറ്റായിട്ട് ഒരു ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് ആദ്യം നമുക്ക് ത്രെഡഡ് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതായത് സിംഗിളായിട്ട് നേരത്തെ നമ്മൾ ചെയ്യാൻ പഠിച്ചല്ലോ, അതുപോലെ തന്നെ വീവ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേണിൽ അണ്ടർ ഓവർ അങ്ങനെ ആ ഒരു പാറ്റേണിൽ നമ്മൾ വീവ് ചെയ്തെടുക്കുന്നു. ഇനി വേറൊരു കളറോ അല്ലെങ്കിൽ സെയിം കളറോ ഉപയോഗിച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ വീവ് ചെയ്യുന്നു. ഇവിടെ ഇത്തവണ നമ്മൾ വീവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. അതായത് ഓവർ അണ്ടർ. അപ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് കിട്ടുന്നത് തിക്ക് ആയിട്ടുള്ള ഒരു ബ്രൈഡഡ് ഡിസൈൻ കിട്ടുന്നു. ഇത് പിന്നെ ഹൈലി ഡെക്കറേറ്റീവ് ആണ്, പെട്ടെന്ന് ഈസി ആയിട്ട് എടുത്തു കാണിക്കുകയും ചെയ്യും. ഈ ഡിസൈൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രസ്സിൻ്റെ ബോർഡേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി, അതായത് ഹെവി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാം, കുഷ്യൻ കവേഴ്സ് ചെയ്യാം, ക്രാഫ്റ്റ് വർക്കിനും ഈ ഒരു ഡിസൈൻ ഉപയോഗിക്കാം. പിന്നെ ലൈൻസൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ കോൺട്രാസ്റ്റ് കളർ ത്രെഡ് ഉപയോഗിച്ച് അടിപൊളിയായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്തത് സെയിം കളർ ഉപയോഗിച്ചിട്ടാണ് മേലെയും താഴെയൊക്കെ വീവ് ചെയ്തെടുത്തത്. 2 വ്യത്യസ്ത കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടിപൊളിയായിട്ട് ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ ആ ഡിസൈൻ കാണിക്കും. ഇവിടെ നീഡിൽ ഫാബ്രിക്കിൽ കുത്തരുത്, ഓൺലി വീവിങ് മാത്രം. പാറ്റേൺ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. ത്രെഡ് ഓവർ ടൈറ്റ് ആക്കാനേ പാടില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ത്രെഡ് ഓവറായിട്ട് ടൈറ്റ് ആക്കാൻ പാടില്ല, ലൂസാക്കി തന്നെ വിടണം.
നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചാണ് സ്പ്ലിറ്റഡ് ബാക്ക് സ്റ്റിച്ച്. സ്പ്ലിറ്റഡ് ബാക്ക് സ്റ്റിച്ചിനേക്കാൾ ഒരു ടെക്സ്റ്റേർഡ് ലുക്ക് നൽകുന്ന ഒരു വേരിയേഷൻ സ്റ്റിച്ചാണ്. ഇത് സ്റ്റിച്ചിൻ്റെ നടുവിലൂടെ നൂല് സ്പ്ലിറ്റ് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പൊക്കിയെടുക്കും. സാധാരണ ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെ സൂചി പിന്നിലേക്ക് കുത്തുമ്പോൾ മുമ്പത്തെ സ്റ്റിച്ചിൻ്റെ നടുവിലൂടെ ആണ്, അതായത് ത്രെഡ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് സൂചി പൊക്കിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രൈഡഡ് എഫക്റ്റിലുള്ള ഒരു ലൈന് കിട്ടും. ഇനി നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം സൂചി തുണിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. ഇനി കുറച്ച് മുന്നോട്ട് കുത്തുക. എന്നിട്ട് വീണ്ടും സൂചി തുണിയുടെ അടിയിൽ നിന്ന് ആദ്യത്തെ സ്റ്റിച്ചിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ആ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് സൂചി കുത്തിയെടുക്കുക. വീണ്ടും മുന്നോട്ട് കുത്തുക. എന്നിട്ട് കുറച്ച് പുറകിലേക്ക് മാറി രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് സൂചി വീണ്ടും കുത്തി മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഈ സ്പ്ലിറ്റഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം മുന്നോട്ട് സൂചി കുത്തി ഇറക്കുന്നു. ശേഷം ത്രെഡ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തുണിയുടെ അടിയിൽ നിന്ന് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് സൂചി പൊക്കിയെടുക്കുന്നു. അങ്ങനെ ഫോർവേഡ് സ്പ്ലിറ്റ്, വീണ്ടും ഫോർവേഡ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ സ്പ്ലിറ്റഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സാധാരണയായി ഈ സ്റ്റിച്ച് ഉപയോഗിക്കാറുള്ളത് ഫ്ലോറൽ സ്റ്റെംസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കർവ് ഷേപ്പിലുള്ള ലൈൻ ഫില്ല് ചെയ്യുന്നതിനായിട്ട്, ഔട്ട്ലൈൻ ചെയ്യുന്നതിന് വേണ്ടി, ലെറ്റേഴ്സ് ചെയ്യാൻ വേണ്ടി, അതിനൊക്കെ ഈ ഒരു സ്റ്റിച്ച് അനുയോജ്യമാണ്. സിൽക്ക് ത്രെഡിനേക്കാൾ കോട്ടൺ ത്രെഡാണ് ഉപയോഗിച്ച് സ്പ്ലിറ്റഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് കോട്ടൺ ത്രെഡ് തന്നെയായിരിക്കും. പിന്നെ ചെറിയ സ്റ്റിച്ചസൊക്കെ കൂടുതൽ നീറ്റ് ലുക്കിൽ കിട്ടണമെങ്കിൽ ത്രെഡ് നീറ്റ്ലി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അതായത് ഇപ്പം ഒരു എംബ്രോയ്ഡറി ത്രെഡിൽ 6 ഇഴകളാണുള്ളത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് 3 അപ്പുറത്തെ സൈഡും 3 ഇപ്പുറത്തെ സൈഡും ആക്കി നീറ്റായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അപ്പം ആ ഒരു ഡിസൈൻ കാണാൻ മനോഹരമായിട്ടിരിക്കും. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ത്രെഡ് അധികം ടൈറ്റ് ആക്കരുത്. സെയിം ഡയറക്ഷൻ തന്നെ ഫോളോ ചെയ്തെടുക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ബാക്ക് സ്റ്റിച്ച് പിന്നിലേക്ക് കുത്തുന്നു, സ്പ്ലിറ്റഡ് ബാക്ക് സ്റ്റിച്ച് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടെടുക്കുന്നു.